CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ശക്തമാക്കുകയും മകൾ വീണയ്ക്കെതിരെ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തതോടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൈവിട്ടിരിക്കുകയാണ് CPM നേതൃത്വം. വീണയെയും ഭർത്താവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ മുഹമ്മദ് റിയാസിനെയും സംരക്ഷിക്കേണ്ടതില്ലെന്ന നിലപാടിലേക്ക് പാർട്ടി മാറിയതോടെയാണ് തന്റെ കൈകൾ ശുദ്ധമാണെന്ന് വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് നേരിട്ട് പ്രതിരോധത്തിനിറങ്ങിയത്. തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇരുവർക്കുമെതിരെ നടക്കുന്ന ED അന്വേഷണത്തെ തള്ളി പിണറായി സ്വയം പ്രതിരോധം തീർത്തത്. LDF ഭരണകാലത്ത് നേതാക്കളൊക്കെയും അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായിക്കൊപ്പം ഉറച്ചുനിന്നു. പാർട്ടി തീരുമാനങ്ങൾ പോലും പിണറായിയെ കേന്ദ്രീകരിച്ചായി. ഭരണം നഷ്ടമായതോടെ അധികാര കേന്ദ്രം പാർട്ടിയിലേക്ക് തന്നെ തിരിച്ചെത്തി. CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട പുതുച്ചേരിയിലേക്ക് പിണറായിയുടെ വിശ്വസ്തർ പോലും കൂറുമാറി രാഷ്ട്രീയ ഭാവി ഉറപ്പിക്കുന്ന തിരക്കിലുമായി. ഹവാല ഇടപാടിലടക്കം തെളിവ് നിരത്തി ED അന്വേഷണം സജീവമാക്കിയതോടെ വീണ അറസ്റ്റിലായേക്കുമെന്ന സൂചന CPM-ലും ശക്തമായി. നേരത്തെ മാസപ്പടി കേസ് മാത്രമായിരുന്നെങ്കിൽ സമീപകാലത്ത് ഹവാലയ്ക്കൊപ്പം പല കടലാസ് കമ്പനികളുടെ പേരുകളും പുറത്തു വന്നു. പലതിലും മുഹമ്മദ് റിയാസും ആരോപണ വിധേയനായി. ഇതോടെയാണ് പരിധി വിട്ട പ്രതിരോധത്തിന് തുണിഞ്ഞാൽ എട്ടിന്റെ പണിയാകുമെന്ന ചിന്ത നേതൃത്വത്തിൽ രൂപപ്പെട്ടത്. തന്റെ കൈകൾ ശുദ്ധമാണെന്ന പിണറായിയുടെ പ്രസ്താവന സാങ്കേതികമാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടി. പിണറായി നേരിട്ട് കേസിൽ കണ്ണി ചേർക്കപ്പെട്ടതായി ED ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെങ്കിലും കരാർ പലതും വീണയ്ക്ക് ലഭിച്ചത് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയ്ക്കാണെന്നാണ് EDക്ക് കരിമണൽ കമ്പനി ഉടമയുടെ അടക്കം മൊഴി ലഭിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ ആഘാതത്തിൽ നിന്ന് മുക്തി നേടി CPM-ന് പുനർജീവൻ നൽകാനുള്ള ശ്രമങ്ങൾക്കിടെ പിണറായിയെ പ്രതിരോധിച്ചാൽ പടുകുഴിയിൽ അകപ്പെട്ടതിന് സമമാക്കുമെന്ന ചിന്തയും CPM നേതാക്കളിൽ ശക്തമായിട്ടുണ്ട്. റിയാസിനെതിരെ പാർട്ടിയിൽ നേരത്തെ രൂപപ്പെട്ട നേതൃത്വനിര പുതിയ സാഹചര്യത്തിൽ കൂടുതൽ സജീവമായി. പാർട്ടിയിൽ നേരത്തെ ശക്തരായിരുന്ന EMS-നെയും പിന്നീട് VS അച്യുതാനന്ദനെയും തഴഞ്ഞാണ് പാർട്ടി നേതൃത്വം പിണറായിയെ ചേർത്തുപിടിച്ചത്. പിണറായി പ്രതിസന്ധിയിലായതോടെ കണ്ണി ചേർക്കാൻ കരുക്കൾ നീക്കുന്നത് MA ബേബി. പിണറായി പക്ഷത്തെ നേതാക്കളിലേറെയും ബേബി ക്യാമ്പിലേക്ക് മാറിയതോടെ പിണറായിയെ സംരക്ഷിക്കാൻ ഘടകകക്ഷികൾ പോലും തയ്യാറല്ലാത്ത അവസ്ഥയാണ്. വീണയ്ക്ക് സംരക്ഷണം തീർക്കേണ്ട ബാധ്യതയില്ലെന്ന് CPI അടക്കം വ്യക്തമാക്കി. മുൻപ് കൊല്ലത്ത് നടന്ന പാർട്ടി സമ്മേളനത്തിൽ EMS-നെ കടൽക്കിഴവനെന്ന് വിശേഷിപ്പിച്ച് അദ്ദേഹത്തിന്റെ വഴിയടയ്ക്കുന്നതിന് മുന്നിൽ നിന്ന അന്നത്തെ യുവ നേതാവായിരുന്ന MA ബേബി തന്നെയാണ് ഇപ്പോൾ പിണറായിക്കെതിരെയും കരുക്കൾ നീക്കുന്നതെന്നതാണ് കൗതുകകരം. EMS-ന്റെ നോമിനിയായിരുന്ന സുശീല ഗോപാലനെ വെട്ടി നായനാരെ മുഖ്യമന്ത്രിയാക്കിയാണ് പാർട്ടി EMS-നെ ഒതുക്കിയതായി വ്യക്തമാക്കിയത്. വെട്ടിനിരത്തലുകൾ പാർട്ടിയിൽ തുടരുക തന്നെ ചെയ്യും.